ഹലോ സുഹൃത്തുക്കളെ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ക്രേസി ഫാമിലിയിലേക്ക് സ്വാഗതം. കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ എല്ലാവരെയും കുടുംബക്കാരായിട്ടാണ് കാണുന്നത്. ഇവിടെ ചാനലില്ല, വേറെ ഒരാളുമില്ല, എല്ലാവരും നമ്മുടെ കുടുംബക്കാരാണ്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് കുടുംബാംഗങ്ങളാണെങ്കിൽ, ഓൾറെഡി ഉള്ള കുടുംബാംഗങ്ങളാണെങ്കിലോ, ചങ്കളെ കയറി വാടാ, അടിച്ച് കയറി വാ, മൂത്തകളെ, അളിയന്മാരെ, പെങ്ങന്മാരെ, എല്ലാവരും ചങ്കളെ കയറി വാ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇതൊരു കംപ്ലീറ്റ് മേഘാലയൻ ഐറ്റിനറിയാണ്, ട്രാവൽ ഐറ്റിനറിയാണ്. ഞങ്ങൾക്ക് പറ്റിയ ചെറിയ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. ഞങ്ങൾ ഫുൾ ട്രാവൽ ഗൈഡായിട്ട് ഞങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് മാക്സിമം. അപ്പോൾ രാമ, നമ്മൾ തുടങ്ങുമല്ലോ മോനെ. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. കമന്റ് ചെയ്യാം. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതേ സെയിം ചാനലിൽ തന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. ഇതിൽ നമ്മുടെ ഈ കുടുംബത്തിലുള്ള പലരും ഞങ്ങൾ ചങ്കുകാട് മണിക്കൂറോളം വെച്ച് ഫോൺ ചെയ്യുന്ന ആൾക്കാർ പോലെ പലരും ഉണ്ട്. ഇതിൽ കളിയാക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം. അപ്പോൾ പുതിയ ആൾക്കാരുടെ അറിവിലേക്ക് വേണ്ടി പറയാം. ഫസ്റ്റ് കാര്യം, മേഘാലയയിലേക്ക് വരുമ്പോൾ, ഈ നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഗുവാഹത്തിയാണ്. ബൈ ഫ്ലൈറ്റ് പോകുന്നാൽ കുറേയധികം കാശും ഈ ടൈമും ലാഭിക്കാം. കുറച്ച് കാശൊന്നും വരും, പക്ഷേ എന്നാലും നമുക്ക് മുന്നേ കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമുക്കത് ചെയ്യാം. ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചിന്തിക്കും നമുക്ക് നോർത്ത് ഈസ്റ്റ് ഈസിയായിട്ട് ട്രാവൽ ചെയ്യാം, ബൈക്കിൽ വരാം, അല്ലെങ്കിൽ കാറിൽ വരാം എന്നൊക്കെ. പക്ഷെ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസോടെ പറയുക, നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു 5 ദിവസം ട്രാവൽ പാർട്ണർ വഴിയും പിന്നെ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഒരു 4 ദിവസം ഞങ്ങൾ അല്ലാതെയും ട്രാവൽ ചെയ്തു. വിശ്വസിക്കൂ, ഞങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത ദിവസങ്ങളൊക്കെ എക്സ്ട്രീമായിട്ട് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം മേഘാലയ, അല്ലെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റിലെ മേഘാലയയുടെ കാര്യം പറയാം, നോർത്ത് ഈസ്റ്റ് പറയാം, മേഘാലയയുടെ റോഡുകളൊക്കെ പലയിടത്തും ഭയങ്കര മോശമാണ്. നമ്മൾ 2 വീലറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറൊക്കെ ഊരി വരുന്നത് പോലെ തോന്നും ചില സമയത്ത്. പൊല്യൂഷൻ വേറൊരു ലെവല്. പക്ഷേ നമ്മൾ എല്ലായിടത്തും ഓടിയെത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നു, തിരിച്ച് ഒരു 8 മണിക്കൂർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും ദൂരം നമ്മൾ തിരിച്ച് റൂമിലേക്ക് ട്രാവൽ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടയറിങ് ആണ്. ഇവിടെ 5 മണിയാകുമ്പോൾ തന്നെ ഇരുട്ടും, 4:30 മണി കഴിയുമ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങും. അതുപോലെ തന്നെ 5 മണിയല്ല, 4:30 മണി 5 മണിയാകുമ്പോൾ സൺറൈസും ആവും. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ മിക്ക സംഭവങ്ങളും 9 മണിക്ക് തുറക്കത്തുള്ളൂ. അപ്പം 5 മണിക്ക് സൂര്യൻ ഉദിക്കുന്നു എന്നത് പറഞ്ഞിട്ട് നമുക്കൊരു ഉപയോഗമില്ല. അതെ, അത് ശരിയാണ്. ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഷില്ലോങ്ങിൽ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം ഞങ്ങൾ ഒന്ന് മാറ്റിയതാണ്. കാരണം ഞങ്ങൾ ഡ്രൈവർ കൊണ്ടുപോകുമ്പോൾ പുള്ളി ദൂരേക്കുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയത്തില്ല. നമ്മളിവിടെ ഒരു 7:30 8 മണി, 8 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പലയിടത്തും എത്തുന്നത്. ട്രക്കിംഗ് ഒക്കെ പലതും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജനറലി അങ്ങനെയാണ് ഇവിടെ. സൺഡേസ് പലയിടത്തും ഹോളിഡേയ്സ് ആണ്, പലർക്കും ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമുക്ക് വഴി അറിയാവുന്ന ഒരു ഡ്രൈവറും വണ്ടിയും കാറും ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് പോകാം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ട്രാവൽ ഏജൻസിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും സ്വന്തമായിട്ടൊരു റിസർച്ച് നടത്തണം. കാരണം പല ഹിഡൻ ജെംസ് ഉണ്ട്. അത് മാപ്പിൽ പോലും മാപ്പിൽ കാണിക്കും, പക്ഷെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചാറ്റ്ജിപിടിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒന്നും കാണാൻ പറ്റില്ല. സത്യം. കാര്യം അത് ഈ പറഞ്ഞ 100% സത്യം. കാരണം നമുക്ക് ട്രാവൽ ഏജൻസീസ് തരുന്നത്, മിക്ക ട്രാവൽ ഏജൻസീസും ഈ വളരെ വെൽ നോൺ ആയിട്ടുള്ള പ്ലേസസാണ് തരുന്നത്. പക്ഷെ അതല്ലാണ്ട് ഒത്തിരി ഹിഡൻ പ്ലേസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളുടെ ട്രാവൽ ഏജൻസി ഞങ്ങൾക്ക് ഫ്രൂട്ട് ഫോൾ ഒന്നും സാധനം തന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുപോയി. എൻ്റെ പൊന്നോ, എന്തൊരു വ്യൂ ആയിരുന്നു അറിയോടെ. അത് കംപ്ലീറ്റ്ലി ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ നഞ്ചുറാങ് അല്ലടാ, നോങ്ജോങ് ആണ്. സോ ആ സൺറൈസ് പോയിന്റ്. ആകെ ഞങ്ങൾക്ക് ഒരു സങ്കടം ഉള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ വിസ്ലിംഗ് വില്ലേജിൽ പോകാൻ പറ്റില്ല. പക്ഷെ വിസ്ലിംഗ് വില്ലേജിനെ കുറിച്ച് ഗൂഗിളിൽ പോലും പറയുന്നില്ല. കാരണം പക്ഷെ നിങ്ങൾ ആരെങ്കിലും മേഘാലയയിൽ വരുവാണെങ്കിൽ അതിന്റെ പേര് കോങ്തോങ് എന്നാണ്. കോങ്തോങ്. ഈവൻ ഗൂഗിളിൽ വിസ്ലിംഗ് വില്ലേജ് അടിച്ചു കഴിഞ്ഞാൽ അത് കാണാം. സിംഗിങ് വില്ലേജ് എന്നാണ്, അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര്. അതായത് ഇതിന്റെ പേരിന്റെ മീനിങ്. അതൊരു എന്താ പറയാ, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് അത് നിങ്ങളുടെ ചോയ്സ് ആണ് അല്ലേടാ. സോ അപ്പോൾ എനിക്കൊരു പക്ഷേ അത് ടേസ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ലേ. പക്ഷേ ടേസ്റ്റിനെ ബേസ് ചെയ്തിട്ടാ. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഇത്രയും ദിവസം വെള്ളച്ചാട്ടങ്ങളും കേവ്സും ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സ്ഥലമായിരുന്നു ഈ കോങ്തോങ്ങുള്ളത്. കാരണം അവിടുത്തെ കുട്ടികൾക്ക് അവർ ജനിക്കുമ്പോൾ തന്നെ അമ്മമാർ വിസിൽ നെയിംസ് ഇടും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർ കാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ കാട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ റിയൽ നെയിം വിളിച്ചു കഴിഞ്ഞിട്ട് ദൂരെ നിൽക്കുന്ന ഒരാൾക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ വിസിൽ നെയിം വിളിക്കുമ്പോൾ നമ്മൾ ചൂളടിച്ച് വിളിക്കുമ്പം നമ്മളുടെ ആ ഒരു വോയിസ് കുറേ ദൂരെ നിൽക്കണ ഒരാൾക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കേൾക്കാൻ പറ്റും. ആ വ്യക്തിക്ക് മനസ്സിലാവും ഇവരാരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് ഒരു 500 മുതൽ 700 പേരാണ് അവിടെ താമസിക്കുന്നത്. ഈ 700 പേർക്കും ഡിഫറെൻറ്റ് വിസിൽ നെയിംസ് ആണെന്നാണ് അത്ഭുതം. അത് അവർക്ക് മാത്രമേ അതിൻ്റെ മീനിങ് അറിയുള്ളൂ. അത് ഓരോ നെയിംസിനും
ആ ട്യൂൺ ഡിഫറെൻ്റ് ആണ്. അപ്പം ആ കുട്ടികൾ വളർന്നു വരുമ്പം അവർക്കത് മനസ്സിലാവും. അത് കേൾക്കുമ്പോൾ തന്നെ ആരെയാണ് ഉദ്ദേശിക്കണമെന്നും. അത് അമ്മമാരാണ് ഇടുന്നത്. അത് അമ്മമാരുടെ ഹൃദയത്തിൽ നിന്നും അവർ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ആ ഒരു സൗണ്ട് അവർ ആ വിസിൽ സൗണ്ടായിട്ട് അങ്ങനെ എന്തോ ആണ്. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പൊ അതൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. നെക്സ്റ്റ് ടൈം എങ്കിലും അത് മാത്രമല്ല ഒരു ക്രിംജിൻ ഫോൾ ഉണ്ടായിരുന്നു. കുറെ മിസ്സായി കാരണം ഇപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ ഈ സ്ഥലത്ത് പോകാനായിട്ട് ഞങ്ങൾ 2 വട്ടം ട്രൈ ചെയ്തു. ഒരു വട്ടം മുതൽ ഞങ്ങൾക്ക് ഒത്തിരി ലേറ്റായി. 2ാമത്തെ വട്ടം ഞങ്ങൾക്ക് വണ്ടി ഡാമേജ് ആയി ഇന്ന്. പിന്നീട് ഞങ്ങൾ അറിയുന്നത് അവിടെ 11നും 4നും ഇടയ്ക്ക് അവിടെ റോഡ് ബ്ലോക്ക് ആണ് അല്ലടാ. അപ്പൊ ആരെങ്കിലും മേഘാലയയിൽ വരാണെങ്കിൽ ഈ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിസിറ്റ് കാരണം എൻഡ് ഓഫ് ദി ഡേ ഞങ്ങളിതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ആ ജസ്റ്റ് ഒരു സ്ഥലത്തിൻ്റെ പ്രയോറിറ്റി ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു. കാരണം ഇതുപോലെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഞങ്ങൾക്ക് മിസ്സായി. കാരണം തമാശ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾ ഡ്രൈവർ ഞങ്ങൾ ചോദിക്കും ചെയ്തു, സാർ നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും കാണണമെന്ന്. പിന്നെ വേറൊരു ഹിൽസ് നമുക്ക് മിസ്സായി, ഗാരോ ഹിൽസ്. ഗാരോ ബാരിച്ചോര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. പക്ഷെ അവിടെ മിനിമം 2 ദിവസം വേണം. അത് ഗുവാഹത്തിയിൽ നിന്ന് നമുക്ക് പോകണം. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒരു എക്സാമ്പിൾ. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് നടത്തിയിട്ട് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. പിന്നെ ഒരാളിൽ നിന്നല്ല പല ട്രാവൽ ഏജൻസിയിൽ നിന്ന് കോട്ട് എടുക്കുക. ഞങ്ങൾക്ക് പല കോട്ട് കിട്ടി. മീൻസ് 50,000 തൊട്ട് 33,000 രൂപ വരെയുള്ള കോട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ സെയിം ഡേ സെയിം ഷെഡ്യൂൾ. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഹോം സ്റ്റേസ് ചൂസ് ചെയ്യാം, എയർബിഎൻബിസ് ചൂസ് ചെയ്യാം. അപ്പോൾ എയർബിഎൻബിസ് ഒക്കെ നമുക്ക് റേറ്റ് കമ്മി, നിങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്യാം. പക്ഷേ ഫുഡ് കുക്ക് ചെയ്യുന്നത് പോസിബിൾ അല്ല. ഈ ട്രാവലിങ്ങിനിടയ്ക്കാണ് ഭയങ്കര സ്ട്രഗിളാണ്. ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു, ഞങ്ങളത് ചെയ്തു. പക്ഷേ ചിൽ ജസ്റ്റ് നിങ്ങൾ കംഫർട്ട് സോണിന് വേണ്ടി പറയുന്നതാണ്. പിന്നെ ഇവിടെ ഷില്ലോങ്ങിലും മറ്റും നമുക്ക് ബൈക്ക് റെന്റൽസ് കിട്ടുന്നുണ്ട്. അപ്പം സൂക്ഷിച്ചെടുക്കുക. കാരണം 2-3 പേരെ കണ്ട് വണ്ടിയുടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നല്ല വണ്ടി മാത്രം എടുക്കുക. ഞങ്ങൾക്കൊരു റെഫറൻസിൻ്റെ പുറത്തൊരു വണ്ടി കിട്ടി. ശരിക്കും ആ വണ്ടി കാരണം എൻ്റെ തോളൊക്കെ ഒടിയുന്ന അവസ്ഥയെത്തി. ഇയാൾ കാണും ഞാൻ 2-3 ആ വണ്ടിയിൽ നിന്ന് വീഴാൻ പോയി. ആ വണ്ടി ഞാൻ മോനെന്ന് വിളിക്കുന്ന സിറ്റുവേഷൻ എത്തി. കാരണം ആ വണ്ടി ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ 2-3 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇവിടെ പോയി വ്യാഴം വെള്ളി ശനി ഞങ്ങൾ ഓക്കെ ഞായറാഴ്ച ഞങ്ങൾക്ക് പണിയിരുന്നത് ഒരു 3-3.5 ദിവസം ഞങ്ങൾ സേഫായിട്ട് അവൻ എത്തിച്ചു. 2 വീലർ തന്നെ സേഫ് അല്ല. അതായത് നിങ്ങൾ എൻ്റെ കണ്ണ് കണ്ടില്ലായോ ചുമന്നിരിക്കുന്നത്. ഇന്നലെയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. അമ്മാതിരി പൊല്യൂഷനാണ്. ഇവിടെ ലാംഗ്വേജ് വലിയൊരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾ കരുതും ഹിന്ദി അല്ല, അവർക്ക് ഇംഗ്ലീഷ് പിന്നെയും നന്നായിട്ട് അറിയാം, ഹിന്ദിയേക്കാൾ നന്നായിട്ട്. ഇവിടെ 3 ലാംഗ്വേജസ് ആണുള്ളത്. ഒന്ന് ഒഫീഷ്യൽ ലാംഗ്വേജസ്, ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് ഖാസി, ഒന്ന് ഗാരോ ഹിൽസിനാണ് ഗാരോ എന്ന് തോന്നുന്നു. ബാക്കിയുള്ള ആളുകൾ ഖാസിയാണ് സംസാരിക്കുന്നത്. അത് ഓരോ റീജിയനിൽ ഓരോ ലാംഗ്വേജസ്. പിന്നെ ഇംഗ്ലീഷും ഒഫീഷ്യൽ ലാംഗ്വേജ്. പിന്നെ ഫുഡിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അല്ല വെജിറ്റേറിയൻ, നിങ്ങൾക്ക് ലോക്കൽ കുസിൻസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സസ്തയായിരിക്കും, ഭയങ്കര ചീപ്പായിരിക്കും. കാരണം ഞങ്ങൾ 3 ആൾ ബ്രേക്ക്ഫാസ്റ്റ് 90 രൂപയ്ക്ക് കഴിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സെയിം സമയത്ത് ഈ റെസ്റ്റോറൻറ്റ്സ്, പേരുള്ള റെസ്റ്റോറൻറ്റ്സ് ഒരു നോർമൽ മീൽസിന് 200 ചാർജ് ചെയ്തു. 400 രൂപ ചാർജ് ചെയ്ത മീൽസിനുള്ള ഉണ്ട്. ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് വെറും റൊട്ടി മാത്രം കഴിച്ചിട്ട് പോകുന്നു. അതേ സെയിം സമയത്ത് 25-30 രൂപ കൊടുത്ത് വാങ്ങുന്ന റൊട്ടി ഞങ്ങൾ 10 രൂപയ്ക്ക് അതേ സെയിം റൊട്ടി ഞങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ എയർബിഎൻബിയിൽ കുക്ക് ചെയ്യാനാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഏറ്റവും വലിയ എക്സാമ്പിൾ ഒരു കാര്യം കൂടി പറയാം, അത് മറക്കണ്ട. റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ സാധനങ്ങളുടെ വില കൃത്യമായിട്ട് ചോദിക്കുക. കാരണം ഞങ്ങൾ 80 രൂപയുടെ ജാഡോയും കഴിച്ചു. ഇന്ന് 60 രൂപ ജാഡോ അല്ലടാ, അല്ല അന്ന് 60. ഇന്ന് ഞങ്ങൾ കഴിച്ചു 60 രൂപയുടെ ജാഡോ കഴിച്ചു. ചിക്കനും ബീഫും വന്നിട്ട് 60 രൂപയായിരുന്നു ഓരോന്നിനും. 60 55 അല്ല, ചായക്ക് 10 രൂപ, 55 രൂപ ഒരു ജാഡോയ്ക്ക് 55 രൂപയും കഴിച്ചു. അതേസമയത്ത് 180 രൂപയുടെ ജാഡോയും കഴിച്ചു. അത് പറ്റിക്കുന്നതാണ് നമ്മളെ. അപ്പോൾ വില ചോദിച്ചിട്ട് മാത്രം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് എടുക്കുക. ചിലരെങ്കിലും നമ്മൾ നന്നായിട്ട് പറ്റിക്കും, വളരെ നന്നായിട്ട്. ട്രാവൽ ഏജൻസിന് എടുക്കുമ്പോൾ ദയവ് ചെയ്ത് ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്യാമെന്ന് അവരോട് പറയും. കാരണം ഇവിടുത്തെ ഓരോ ഹോട്ടലുകളും പല കോണിലാണ് കിടക്കുന്നത്. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാർ ആ ഹോട്ടലിലേക്ക് എത്താൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ മാക്സിമം കുഴി കൊണ്ട് ചാടിക്കാൻ മിക്ക ട്രാവൽ ഏജൻസീസും ശ്രമിക്കും. അതിൽ വേറൊരു തമാശ എന്ന് വെച്ചാൽ, നിനക്ക് ഓർമ്മയില്ല ഹോട്ടലിൻ്റെ ഇഷ്യൂസ്. ഞങ്ങൾ എന്നെ സംബന്ധിച്ചാൽ ഞങ്ങൾ ഈ ട്രാവൽ ഏജൻസിനെ ചൂസ് ചെയ്യുന്ന മുന്നേ ഞാൻ ഓൺലൈനിൽ റേറ്റ് നോക്കി. എന്നിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടലിൽ 3000 രൂപ ദോക്കി റീജിയനിൽ പറഞ്ഞു. ഒരു ഹോം സ്റ്റേക്ക് 3000 രൂപ ഒരു നൈറ്റിന് ഓൺലൈനിൽ. ഓഫ്ലൈനിൽ വിളിച്ചപ്പോൾ അവർ 3200 പറഞ്ഞു. സാർ ഇല്ല സാർ, അത് ഡിസ്കൗണ്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് 3000, ഇവിടെ 3500 പറഞ്ഞു. അതേ സെയിം ഹോം സ്റ്റേ ഉൾപ്പെടെയാണ് ഞങ്ങൾക്ക് വളരെ ചെറിയ പ്രൈസിന് കിട്ടിയത് ട്രാവൽ ഏജൻസി. കാരണം ട്രാവൽ ഏജൻസിയോട് ബുക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ട്രാവൽ ഏജൻസിയോട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റൂംസ് നല്ല സസ്ത കിട്ടും. രാമി, നമ്മുടെ ട്രാവൽ ഏജൻസി എന്ന റൂംസ് നിന്റെ അഭിപ്രായം എന്തുവാ? നല്ല റൂംസ് എന്ന് മാത്രമല്ല അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളു. കാരണം ഞങ്ങൾ ഡോക്കിയിൽ താമസിച്ച ഹോം സ്റ്റേയുടെ ഫുഡ് എന്ന് പറയുന്നത് അത് ലിമിറ്റഡ് ഫുഡ് അല്ല.
നമുക്ക് ചോദിച്ചാൽ അവർ മെനു തന്നു, സാർ നിങ്ങൾക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചിലർക്ക് വരെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ തരുന്നത്, പക്ഷേ അവിടെ അങ്ങനെയല്ല. പക്ഷെ അത് ഉണ്ടായിരുന്നു, ചിറാപുഞ്ചിയിലുണ്ടായിരുന്നു. ചിറാപുഞ്ചിയിൽ ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. അത് ഞങ്ങൾ ഒരു ദിവസമേ കഴിച്ചുള്ളൂ, കാരണം പിന്നെ ഞങ്ങൾ കഴിക്കുന്നില്ല, ഞങ്ങൾ യാത്രയിലാണ്, ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടില്ല. പക്ഷേ ഡോക്കിയിലൊക്കെ അവർ പറയാം നിങ്ങൾക്ക് എന്ത് വേണം സാർ, അവർ മെനു എടുത്തിട്ട് മെനു ഒന്ന് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം. ചിന്തിച്ച് നോക്കിയേ, നമ്മൾ അനാവശ്യമായിട്ട് എന്തിനാണ് നമ്മുടെ കഷ്ടം. ഇവർക്ക് ടൈപ്പുകളും ഉണ്ട്, അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. പിന്നെ ഇവിടെ മാപ്പ് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഏറ്റവും വലിയ കാര്യം ഇവിടെ ഗൂഗിൾ മാപ്പ് നോക്കി ട്രാവൽ ചെയ്യുന്നത് റിസ്ക് ആണ്. കാരണം ഗൂഗിൾ മാപ്പ് ഇടത്തേക്ക് പോകുന്നത് ചിലപ്പോൾ വലത്തോട്ടായിരിക്കും, ഇടത്തേക്ക് പോകുന്നത് അതിന് ഇയാളുടെ കയ്യിൽ ഷോർട്ട് കട്ട് ഉണ്ട്. നീ തന്നെ ഷോർട്ട് കട്ട് പറയണം, മറ്റേ 1 മിനിറ്റ് ഷോർട്ട് കട്ട്. ഏതാ? മറ്റേ നമ്മൾ ഇടത്തോട്ട് തിരിയുന്നതിന് മുന്നേ ഉള്ള ഷോർട്ട് കട്ട് ഉണ്ടല്ലോ നീ ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോക്കുമ്പം കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് റൈറ്റിലേക്കായിരിക്കും കാണിക്കുന്നത്, പക്ഷെ ആക്ച്വലി അതിന് മുമ്പുള്ള റൈറ്റ് ആയിരിക്കും എടുക്കേണ്ടത്. ഇവിടെ ഞങ്ങൾ ട്രാഫിക് പോലീസുകാർ, ഞാൻ പലപ്പോഴും ഞാൻ റോങ് വേയിൽ വന്ന് വണ്ടി കൊണ്ട് കയറി, അവർ പറഞ്ഞു ഇവിടെ ഹിൽ സൈഡിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധമുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ ലോക്കൽ സൈസിനോ മറ്റോ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ ഗ്ലാസ് തുറന്നിടാതിരിക്കുക. കണ്ണിൽ പൊടിയടിച്ച് ഡസ്റ്റ് അലർജി ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഏർലി മോർണിംഗ് ട്രാവലിംഗ് സമയത്ത് നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ഒറ്റ സോളോ ട്രാവൽ ആണെങ്കിൽ ഷോർട്ട്സ് ഇട്ട് മാറ്റും പോകാതിരിക്കുക. നല്ല ഡ്രസ്സ് കരുതുക, കാരണം ഇവിടെ ക്ലൈമറ്റ് പെട്ടെന്ന് മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ആരും വിശ്വസിച്ച് പോലില്ല. മീൻസ് ആ വീഡിയോ കാണുന്നവരേക്കും ഞങ്ങൾ പോകുന്ന വഴിക്ക് മൂടൽ മഞ്ഞ് വന്നു ഇവിടെ. രാഷേട്ടാ സോറി, ഈ വീഡിയോ രാഷേട്ടൻ കാണുന്നെങ്കിൽ രാഷേട്ടന് സോറി. രാഷേട്ടൻ ഞങ്ങൾ പറഞ്ഞതാണ്, പിള്ളേരെ നിങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിച്ച് ശരീരം ചൂടാക്കിയിട്ട് പോയി. ഞങ്ങളെവിടെ കേൾക്കാൻ, ഞങ്ങൾക്ക് വട്ടാണല്ലോ. ശരിക്കും മൂടൽ മഞ്ഞ് കൊണ്ട് വെച്ചിട്ട് എനിക്ക് റോഡ് കാണാൻ വേറെ സിറ്റുവേഷനിലേക്ക് എത്തിച്ചു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പിന്നെ അതിനുശേഷം ഞങ്ങൾ ട്രാക്ക് സൂട്ടിലൊക്കെ ഇട്ട് ഞങ്ങൾ പാൻസ് ഇട്ട് ജാക്കറ്റ് ഫുള്ള് പിടിച്ചിട്ട് വളരെ അന്തസ്സായിട്ട് പോയി. പിന്നെ സ്ട്രീറ്റ് ഫുഡ്സ് കഴിയുന്നതും ഒഴിവാക്കുക. മീൻസ് സ്ട്രീറ്റ് ഫുഡ്, ഈ മാർക്കറ്റ് സൈഡിലുള്ള സ്ട്രീറ്റ് ഫുഡ് ഈ ഡസ്റ്റ് അടിച്ച് അവർ പലയിടത്തും തുറന്നു വരും. പക്ഷേ എന്നാൽ നല്ല സ്ട്രീറ്റ് ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ. അതായത് നമ്മളിങ്ങനെ ഫുള്ള് ഗ്ലാസ് വെച്ച് കവർ ചെയ്ത് നല്ല വൃത്തിയുള്ള സ്ട്രീറ്റ് ഫുഡ്സ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. നല്ല ചെറിയ റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾ അവിടെ പുച്ഛിക്കാനും നിൽക്കേണ്ട, വലിയ റെസ്റ്റോറൻറ്റ്സ് കഴിച്ച് നല്ലതാണെന്ന് കരുതാനും നിൽക്കേണ്ട, അത് പണി വരും. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പറയാം, ഇപ്പം നിങ്ങൾ ഡോക്കി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ വെള്ളം കമ്മിയാണ്, കൊള്ളത്തില്ല. അതൊരു വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ലോക്കൽ സൈറ്റ് സീയിങ്ങിന് അല്ലെങ്കിൽ ഒരു സ്ഥലം ചെക്ക് ചെയ്യണം, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഡ്രൈവേഴ്സിനെ, കുറച്ച് ട്രാവൽ ഏജൻസീസിനെ, പിന്നെ കുറച്ച് ആൾക്കാർ ഞങ്ങൾക്ക് അറിയാം. ലോക്കൽസിനൊക്കെ നമ്പർ നമ്മുടെ ഉണ്ട്. ലോക്കൽസ് 1-2 പേരുടെ നമ്പേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അതെ, കാരണം ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഔട്ട് ചെയ്താൽ മതി. അതെ, കാരണം ഒരു ട്രാവലിംഗ് വേണ്ടി ഞങ്ങൾ എന്തോരം സ്ട്രഗിൾ ചെയ്തു, എന്തോരം കഷ്ടപ്പെടും ഞങ്ങൾക്ക് 2 പേർക്ക് അറിയാം. ഞങ്ങൾ ഒരുപാട്, കാരണം ആ ക്രെംജിൻ ഫോളോ പോകാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ടോ. കാരണം ക്രെംജിൻ അല്ലേ അവർ പറഞ്ഞത്, ക്രെംജിൻ ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് എക്സ്ട്രീം, ഞങ്ങൾ ഒരു കേവിനകത്തൊക്കെ പോകുന്നതെന്നാണ് പറയുന്നത്. അത് ഭയങ്കര വലിയ വ്യൂ ആയിരുന്നു. അപ്പോൾ അത് ഈ നമ്മുടെ കുറച്ച് മുന്നേ പറഞ്ഞാൽ നമ്മുടെ ആ മ്യൂസിക് വില്ലേജ്, ഇത് രണ്ടും ഞങ്ങൾക്ക് 2 പേർക്ക് ഇപ്പോഴും നഷ്ടബോധമാണ്. ആ ക്രെംജിൻ വാട്ടർഫോളിൻ്റെ എന്ന് തോന്നുന്നു. അത് എന്തോ വ്യൂസ് ആണെന്നറിയോ, നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി. ആ പോയിട്ടെന്ന് പറയാം, എക്സ്ട്രീമായിട്ട് ഡിഫിക്കൽട്ട് ചെറിയ ട്രക്ക് ചെയ്ത് ഒരു 4 വീൽ ഡ്രൈവ് ചെയ്ത് ഇവിടെ നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മിസ് ചെയ്തെന്താ, ഞങ്ങൾക്ക് പറ്റുമായിരുന്നു. ഞങ്ങൾ ഡ്രൈവർ ഒരു എക്സ്ട്രാ മൈൽ, ഇപ്പം ഞങ്ങൾ 8 മണിന്ന് 8 മണി, ഞങ്ങൾ 6 മണിക്കൂർ പുള്ളി ഞങ്ങളെ കൊണ്ടുപോയ സമയം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസം പറഞ്ഞു, സാർ എവിടെ പോകണം, കാരണം ഞങ്ങൾ അതിന് മുന്നേ പുള്ളി ഞങ്ങൾ കവർ ചെയ്ത് തീർത്തു. അപ്പോൾ പറയാം, എന്നിട്ട് 2-3 പുതിയ സ്ഥലങ്ങൾ പുള്ളി ഞങ്ങൾ ആഡ് ചെയ്തു. ഒരിടത്ത് പോകാൻ പറ്റിയില്ല, കാരണം അവിടെ വന്ന അവധിയായിരുന്നു. അപ്പോൾ നമുക്കത് കൊണ്ട് കളഞ്ഞു. അപ്പോൾ കാരണം പൂർണ്ണമായിട്ട് ഗൂഗിളിനെ വിശ്വസിക്കാതിരിക്കുക, ഗൂഗിളിനെ നമ്പാൻ കൊള്ളില്ല, ജെമിനിയെ വിശ്വസിക്കാതിരിക്കുക. ഞങ്ങൾ നോക്കിയായിരുന്നു ഇൻബിറ്റ്വീൻ കാണാനുള്ള എന്തൊക്കെയാണ് ഉണ്ടെന്ന്, ജെമിനിയിലും ChatGPT-യിലും പെർപ്ലക്സിറ്റി അല്ല അത് എയിലും ഗൂഗിളിലും ഒക്കെ നോക്കി, ഈ സ്ഥലങ്ങളൊന്നും കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും നല്ല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നോക്കുക, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും തിരക്കുക, അപ്പോൾ അവർക്ക് പറയാൻ പറ്റും ഹിഡൻ ജെംസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞങ്ങളെക്കൊണ്ട് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെക്കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ മേഘാലയെ കുറിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. കാശിൻ്റെ പറഞ്ഞിട്ടില്ലല്ലോ, എത്ര ചിലവ് വരുമെന്ന്. ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഡിപ്പെൻസ് ആണ്, നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മേഘാലയ ടു ബാംഗ്ലൂർ ടു മേഘാലയ 6000 രൂപയുടെ ഞങ്ങൾ ടിക്കറ്റ് ഉണ്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എൻ്റെ ചെവിയുടെ കാരണം ഞങ്ങൾ പ്രീമിയം ടിക്കറ്റ് എടുത്തത് ഫ്രണ്ട് റോയിൽ കിട്ടാൻ വേണ്ടി. അപ്പം ആ പ്രഷർ അത്രയും ഡിഫറൻസ് വരത്തില്ല. ക്യാബ് ഇവിടെ യൂബർ ഇല്ല, ഇത് കാണിക്കുന്നുണ്ട്, റാപ്പിഡോ കാണിക്കുന്നുണ്ട്, യൂബർ ബൈക്ക് മാത്രമേ ഉള്ളൂ.
പിന്നെ UPI പല സ്ഥലത്തും ആ UPI പല സ്ഥലത്തും അവർ അക്സെപ്റ്റ് ചെയ്തില്ല, വർക്ക് ചെയ്തില്ല. ഞങ്ങൾ എന്താ പറയുക, ഇവിടെ ഡോക്കിയിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് 2 ദിവസം നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. കയ്യിൽ മാക്സിമം ക്യാഷ് കരുതുക. ATM സീനാണ്. നിങ്ങൾ പെട്രോൾ പമ്പ് അത് വലിയൊരു സീനാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ കരുതുകയാണ് നിങ്ങളൊരു 3 പേരുണ്ട്, ആണോ പെണ്ണോ ആരോ അവിടെ 3 പേരുണ്ട്, 3 പേരും ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ സെൽഫ് ഡ്രൈവിംഗ് കാർ എടുത്തു. ഗൈസ് ട്രസ്റ്റ് മീ, പലയിടത്തും പെട്രോൾ കിട്ടത്തില്ല. ഇന്ന് ഷില്ലോങ്ങിൽ നിന്ന് നാച്ചുറാങ് പോകുന്ന നാച്ചുറാങ് അല്ലടാ നോങ്ചോങ് പോകുന്ന വഴിക്ക് ഏതാണ്ട് 70 എനിക്ക് 30 കിലോമീറ്റർ 40 കിലോമീറ്റർ ഒരു സൈഡിലേക്ക് ഒരൊറ്റ പെട്രോൾ ബങ്ക് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരു സൈഡിൽ തിരിച്ചു വന്ന് പെട്രോൾ അടിക്കുന്ന സിറ്റുവേഷൻ വന്നു. അമ്മാതിരി സിറ്റുവേഷനാണ്. പിന്നെ ഇവിടെ പെട്രോൾ കറപ്റ്റഡ് പെട്രോളാണ്. അപ്പോൾ ലോക്കൽ പെട്രോൾ മേടിച്ച് അല്ലെങ്കിൽ അടിച്ച് പണി വാങ്ങാതിരിക്കുക. കാരണം ഇവിടെ ലോക്കൽസ് ഞങ്ങൾ പറഞ്ഞു ചില പെട്രോൾ പമ്പിൽ നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന പെട്രോൾ ബങ്കിൽ അവർ കറക്റ്റ് ചെയ്യുന്നത് അതെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്യുന്നു. ആ ഓൾട്ടേഡ് പെട്രോൾ ആവും. അപ്പോൾ വണ്ടിയുടെ എഞ്ചിന് പണി കിട്ടും. സോ പണി വാങ്ങാതിരിക്കുക. കിട്ടുന്ന സമയത്ത് ഫുൾ ടാങ്ക് അടിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ബോറായെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അറിയാലോ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, എല്ലാം ചെയ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. ലവ് യു ഓൾ.